വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പഞ്ച് കേക്കാണ്. ഒരു 2 kg വൈറ്റ് ഫോറസ്റ്റിന് വേണ്ടിയാണ് 2 kg വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എൻ്റെ കൂടെ വരൂ, എല്ലാവരും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിന് വേണ്ടി 2 kg വാനില സ്പഞ്ച് കേക്കിന് 10 ഇഞ്ച് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് സൈസിന് ഒരു ബട്ടർ പേപ്പർ സെയിം അളവിൽ കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം ആ പേന കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്ത് പിന്നെ നമ്മൾ സിസർ ഉപയോഗിച്ച് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അത് ടിന്നിനകത്തോട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. പിന്നെ 2 kg വാനില സ്പഞ്ച് കേക്കിന് 2 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പം 1 കപ്പ് എന്ന് പറയുന്നത് 250 ഗ്രാമുള്ള കപ്പാണ്. അതിൽ ഈ സ്പൂൺ കൊണ്ട് വേണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ കുത്തി ആ സ്പൂണില്ലാതെ ആ മൈദ ഇങ്ങനെ ആ ഒരു കപ്പിൽ നിന്നും ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഈ മൈദ പോകത്തില്ല, പുറമേ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഗ്രാം വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് സ്പൂണിൽ നിന്നും കോരി കോരി നിറയ്ക്കണമെന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും 1 കപ്പും കൂടെ, അതായത് 1 kgക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ 2 kgക്ക് 2 കപ്പ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുക എല്ലാ കാര്യങ്ങളും. 3 kg ആണെങ്കിൽ 3 കപ്പ്. അങ്ങനെ കണ്ടോ, സ്പൂൺ കൊണ്ട് വേണം നിറയ്ക്കേണ്ടത്. പിന്നെ ലെവൽ ചെയ്യണം, പൊങ്ങി നിൽക്കാൻ പാടില്ല. ഇങ്ങനെ നല്ലതുപോലെ ലെവൽ ചെയ്യണം. അതായത് എല്ലാ ഐറ്റംസും മെഷർമെൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ 2 kg ആകുമ്പം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. എല്ലാം ലെവൽ ചെയ്ത് വേണം എടുക്കേണ്ടത്. ഇപ്പം 2 ടീസ്പൂൺ ആയല്ലോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോൾട്ട്, 1/4 ടീസ്പൂൺ സോൾട്ട്. വീണ്ടും 1/4 ടീസ്പൂൺ. 2 kg അല്ലേ. ഈ 3 ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ അരിക്കണം. ഈ 3 ഇൻഗ്രീഡിയൻസും ഒന്നൊന്നിനോട് നല്ല മിക്സ് ആകണം. മിക്സ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ 3 ടൈംസ് അരിക്കുന്നത്. അല്ലെങ്കിൽ മിക്സ് ആയില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ, ബേക്കിംഗ് പൗഡറൊക്കെ ആ മൈദയിൽ മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ പൊങ്ങി വരുത്തൊന്നുമില്ല, ഹാർഡായി പോവും. ഇതിന് 3 ടൈംസ് നമ്മൾ 3 ടൈംസ് അരിച്ചാൽ മതി. അത് നല്ലതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കണം. കുറച്ച് ക്ഷമയൊക്കെ വേണം, കുറച്ച് താമസമുണ്ട് ഉണ്ടാക്കുന്നതിന്. താമസം എടുത്താൽ എന്താ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കഴിക്കരുതോ. കണ്ടോ, അങ്ങനെ അരിച്ച് അതിലെ ചെറിയ തരികളൊക്കെ കാണും കേട്ടോ. ആ തരികളൊക്കെ ഞാൻ കളഞ്ഞേക്കണം. ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ആ ലോങ് വീഡിയോ ഇടുന്നത് നിങ്ങൾ എൻ്റെ കൂടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയും വേണം എൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഞാൻ അരിച്ച് മാറ്റിയതാണ് 3 ടൈംസ്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പും 1/4 കപ്പും, അതായത് 3/4 കപ്പ്. ഇതിപ്പോൾ 1 kgയുടെ അളവാണ് ഇത്. വീണ്ടും ഒരു 1/2 കപ്പും 1/4 കപ്പും കണ്ടോ. പിന്നെ 1/2 കപ്പും, അതായത് 1.5 കപ്പ്
ഷുഗറാണ് നമുക്ക് 2 kg വേണ്ടത്. അത് നല്ലതുപോലെ പൊടിക്കണം, ഫൈനായിട്ട് പൊടിക്കണം. ഫൈനായിട്ട് പൊടിച്ചില്ലെങ്കിലുണ്ടല്ലോ പഞ്ചസാര തരികളൊക്കെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിംഗ് ടൈം ഒത്തിരി കൂടും. ഒന്നാമത് ഇത് തന്നെ ചെയ്യുന്നത് ടൈം കൂടുതലാണ്. പിന്നെ ബീറ്റ് ചെയ്ത് കുറേ ടൈം എന്തിനാണ് നമ്മുടെ വേസ്റ്റ് ആക്കുന്നത്? അതുമല്ല നമ്മുടെ മെഷീൻ ചൂടാകും, ഒത്തിരി കാര്യങ്ങളില്ലേ. അപ്പോൾ അത് ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ 2 ഐറ്റം ചെയ്ത് കഴിഞ്ഞു. അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, ബേക്കിംഗ് പൗഡർ, അതും പിന്നെ ഷുഗർ പൊടിച്ച്. ഇപ്പോൾ 2 കാര്യങ്ങൾ ചെയ്ത് അത് മാറ്റി വെക്കുക. പിന്നെ 8 മുട്ടയാണ് 2 kg വേണ്ടത്. അതായത് 1 kg 4 മുട്ടയല്ലേ വേണ്ടത്. അപ്പോൾ 2 kg 8 മുട്ട. 8 മുട്ട ഞാനിതേ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ, എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. ഇത് ഒരുമിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്താൽ എന്ത് പറ്റുമെന്നറിയാമോ? അതൊരു സ്മെല്ലായിരിക്കും. എഗ്ഗിൻ്റെ സ്മെല്ല് നമുക്ക് മുന്തി നിൽക്കും. നമ്മൾ കേക്ക് കഴിക്കുമ്പം ആ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമ്മുടെ വായിൽ അത് രുചിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നിക്കത്തില്ല. അതിനാണ് 2ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് എഗ്ഗ് വൈറ്റ് ബീറ്റർ ഉപയോഗിച്ച് ഫസ്റ്റ് സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യുക. പതഞ്ഞ് വരുന്ന കണ്ടോ? ഇതുപോലെ നല്ലതുപോലെ പതഞ്ഞ് വരണം. എന്നിട്ടേ സ്പീഡ് കൂട്ടാവുള്ളൂ. കണ്ടോ, പതഞ്ഞ് വരുന്നത് കണ്ടോ? പതഞ്ഞ് വരുന്നുണ്ടേ. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ, ഇതിപ്പോൾ ഞാൻ ഈ പിന്നെ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിന് വീഡിയോ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആ ബീറ്റ് ചെയ്യുന്ന ആ ടൈം അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു കട്ടിങ്ങും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എത്ര ടൈം കൊണ്ട് എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ ആ എഗ്ഗ് വൈറ്റ് ഞാൻ ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും അതുപോലെ സ്റ്റാർട്ട് ചെയ്തോ. നമുക്ക് ഒരുമിച്ച് ആ ഒരു ടൈമിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കൂടെ കുറേ പേര് ഇങ്ങനെ ഒരുമിച്ച് കേക്ക് ഉണ്ടാക്കുമ്പം എനിക്ക് എന്തൊരു സന്തോഷമാവും അല്ലേ? അങ്ങനെ കണ്ടോ സ്പീഡ്. അപ്പം നല്ലപോലെ പതഞ്ഞു വന്നപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയത് കണ്ടോ. അങ്ങനെ സെക്കൻഡ് സ്പീഡ് ഇട്ടു. കണ്ടോ പതഞ്ഞ് വരുന്ന കണ്ടോ, ഫ്ലഫി ആയിട്ട് വരും. ഈ പതയിലാണ് നമ്മുടെ കേക്ക് നിൽക്കുന്നത്. ആ പതഞ്ഞിരുന്നത് അത് നമ്മൾ ഒരു കാരണവശാലും ഇല്ലാതാക്കരുത്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. കണ്ടോ പതഞ്ഞ് പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. നല്ല ഇത് കണ്ടോ, പഞ്ഞിയില്ലേ, പഞ്ഞി ചെതറി ഇട്ടതുപോലെ തോന്നിക്കും. കണ്ടോ, എനിക്കങ്ങനെയാണ് തോന്നിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തോന്നലാണ്. കണ്ടോ പഞ്ഞി ഇങ്ങനെ ചെതറി ഇട്ടിരിക്കുന്നത്. അത് എന്താ പ്യൂർ വൈറ്റാണെന്നറിയാമോ? കണ്ടോ ഫ്ലഫിയായി വരുന്നുണ്ടേ. സംഭവം ഫ്ലഫിയായി. ഞാൻ വീഡിയോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും ടൈം എടുത്തു. എത്ര മിനിറ്റ് എടുത്തു, നിങ്ങൾക്ക് എത്ര മിനിറ്റ് എടുത്തു നോക്കണേ. ഞാൻ കട്ട് ചെയ്തിട്ടേ ഇല്ല വീഡിയോ. ഈ എഗ്ഗ് വൈറ്റ് എപ്പോൾ ബീറ്റ് ചെയ്യുന്ന ടൈം എപ്പോഴാണോ ആ ഒരു ടൈം കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ട്. എവിടെയും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല വീഡിയോ. അത് 5th സ്പീഡ് വരെ ഇങ്ങനെ ചെയ്തത് കണ്ടോ. ഇപ്പോൾ നല്ല ഇങ്ങനെ വേവ്സ് ആയിട്ട് വരുന്ന കണ്ടോ. അപ്പം നമുക്ക് നിർത്തണം.
കണ്ടോ? പിന്നെ ആ ബ്ലേഡിലും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൺ സ്പീഡിലിട്ട് അത് തെറിച്ച് അതിനകത്തോട്ട് വീണോളും. പിന്നെ ആ പാത്രം കമത്തിയിട്ടാലും മറിച്ചിട്ടാലും ഒന്നും താഴെ പോകത്തില്ല. കണ്ടോ? കമത്തിയിട്ടാലും തട്ടിയിട്ടാലും മറിച്ചിട്ടാലും എന്തൊക്കെ ഇട്ട് കുടഞ്ഞാലും ഒന്നും താഴെ പോകത്തില്ല. അതുപോലെ ഫ്ലഫി ആയിട്ട് നല്ല നല്ല ഇതായിട്ട് ആ പാത്രത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. നല്ല പെർഫെക്റ്റ്, നല്ല സോഫ്റ്റ്. അതിന് പറയാൻ വാക്കുകളൊന്നും ഇല്ല. അത്രയ്ക്ക് നല്ല കേക്കായിട്ടാണ് വരത്തുള്ളൂ. പിന്നെ അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ടിടണം. എല്ലാം കൂടി ഇടരുത് കേട്ടോ. എല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് ആ ഒരു നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആ ഒരു ഫ്ലഫി. അത് നഷ്ടപ്പെട്ട് പോകരുതേ. അതിനാണ് നമ്മൾ ഓരോന്നായിട്ടിടുന്നത്. അങ്ങനെ ഓരോന്നായിട്ടിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഇപ്പം എന്തൊക്കെ ഐറ്റംസ് അതിനകത്തുള്ളത്? വൈറ്റ് എഗ്ഗ്, ഷുഗർ, ഇപ്പം മുട്ടയുടെ യോക്ക്, അതുപോലെ നല്ലപോലെ ഈ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടരുത് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ തന്നെ വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. എഗ് യോക്ക് ഫസ്റ്റ് സ്പീഡിലേ നമ്മൾ മിക്സ് ചെയ്യത്തുള്ളൂ. വേറൊരു സ്പീഡും കൂട്ടത്തില്ല കേട്ടോ. അതായത് ഇതിന് ഒത്തിരി സ്പീഡ് കൂട്ടിയാൽ ഇതിന് ഫ്ലഫി നഷ്ടപ്പെട്ടു പോകും. പിന്നെ അതിൽ ആ ബ്ലേഡിലെങ്ങാനും പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് സ്പീഡിട്ട് ഒന്ന് പൊക്കി അതിനെല്ലാം തെറിച്ച് ആ പാത്രത്തിലോട്ട് വീടേക്കും. പിന്നെ സ്പാച്ചില ഉപയോഗിച്ച്, ഇതിനാണ് ഈ സ്പാച്ചില എന്ന് പറയുന്നത്. ഇത് ഭയങ്കര നല്ലൊരു ഹെൽപ്പാട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന്. ഇത് നല്ല ഫ്ലെക്സിബിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മൂവ്മെൻറ്റ് നടക്കും. ഉണ്ടോ? അത്രയും നമ്മളിപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം നല്ലതുപോലെ സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അടിയിലൊന്നും ചിലപ്പോൾ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ആ ബ്ലേഡ് അടിയിലോട്ടൊന്നും ശരിക്കും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മിക്സ് ആകത്തില്ല. അതിനാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നത് സ്പാച്ചില ഉപയോഗിച്ച്. പിന്നെ നമുക്ക് വാനില എസൻസാണ്. വാനില എസൻസ് 2 ടീസ്പൂൺ. 2 kgക്ക് 2 ടീസ്പൂൺ, 1 kgക്ക് 1 ടീസ്പൂൺ. അങ്ങനെ അതൊഴിച്ച് മിക്സ് ചെയ്യുക. കണ്ടോ? നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നിക്കുന്നില്ലേ നല്ല ഫ്ലഫി ആയിട്ട്? പിന്നെ അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, ബേക്കിംഗ് പൗഡർ, സോൾട്ട് അതൊക്കെ മിക്സ് ചെയ്ത ഐറ്റം അരിച്ച് വെച്ചതെല്ലാം അത് ഓരോ സ്പൂണായിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഇടരുത്. നമ്മുടെ ഫ്ലഫി നഷ്ടപ്പെട്ടു പോകരുത്. ഇപ്പം നമ്മുടെ കൺമുന്നിൽ ആ ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ പതഞ്ഞ് വന്നിരിക്കുന്ന ആ ഒരു സംഗതിയാണ് നമ്മുടെ കൺമുന്നിൽ. അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക. പിന്നെ ഓരോ സ്പൂണിൽ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. കട്ട വരാനേ പാടില്ല. കണ്ടോ? നല്ലപോലെ മിക്സ് ആക്കണം. സ്പീഡ് ഒന്നിനും പാടില്ല കേട്ടോ. എല്ലാത്തിനും ഒരു സ്ലോ ആയിട്ട് വേണം നമ്മളെല്ലാം ചെയ്യേണ്ടത്. ആ ഒരു ഫ്ലഫ്നെസ് നഷ്ടപ്പെട്ടു പോയാൽ എന്തായി തീരുമെന്നറിയാമോ? കേക്കായിരിക്കത്തില്ല ഉണ്ടാക്കുന്നത്. നമ്മൾ കിണ്ണത്തപ്പമോ അല്ല ഏതെങ്കിലും അപ്പമോ ഒക്കെ ആയിരിക്കും പിന്നെ ലാസ്റ്റ് വരുന്നത്. അത് കാരണം ക്ഷമയോടുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യണം. അതിന് പറ്റിയ സ്പൂണാണ് കേട്ടോ ഈ സ്പാച്ചുല എന്ന് പറയുന്നൊരു സംഗതി. ഫ്ലെക്സിബിളാണ്. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണ്ട. അതിന് സ്മൂത്തായിട്ട് നമ്മൾ കൈ പോകുന്ന ആ മൂവ്മെൻറ്റിലൂടെ തന്നെ ആ സ്പാച്ചുല പോവും.
പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതായത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഞാൻ 2ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, 1/4 കപ്പും 1/4 കപ്പും. അതെന്താണെന്നറിയാമോ, 1 കിലോ വെച്ചാണ് ഞാനത് ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 1/4 കപ്പാണല്ലോ 1 kgക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു, പിന്നെ വീണ്ടും ഒരു 1/4 കപ്പ് ഒഴിച്ചു. ഇപ്പോൾ 2 kgയുടെ മെഷർമെൻറ്റായി. അതും കുറച്ച് കുറച്ച് വേണം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടത്. വീണ്ടും 1/4 കപ്പ്, ഇപ്പോൾ 1/2 കപ്പായല്ലോ. അതും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച്. ഗൈസ്, എല്ലാവരും എൻ്റെ കൂടെ കേക്ക് ഉണ്ടാക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടേക്കണേ. നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ഉപയോഗിച്ച് ഉണ്ടാക്കി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയെന്നറിയാമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാമോ. അതിനാണ് ഈ ലോങ് വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം സൺഫ്ലവർ ഓയിലെല്ലാം ഒഴിച്ച് കഴിഞ്ഞല്ലോ. പിന്നെ ബാലൻസ് വെച്ചിരുന്ന നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയൊക്കെ, അത് ലാസ്റ്റ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് മൈദയിൽ വേണം സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വേണം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഓയിൽ കൊണ്ട് നിർത്തുമ്പം ഓയിൽ ശരിക്കും മിക്സ് ആകത്തില്ല. അതിനാണ് ഈ ഓയിൽ ഇടയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ലാസ്റ്റ് വരെ നമുക്ക് ഈ മൈദയും എല്ലാം മിക്സ് ചെയ്യുമ്പോൾ ആ ഓയിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് നല്ലതുപോലെ ഈ ബാറ്ററിൽ മിക്സ് ആയിക്കോളും. അങ്ങനെ അതും മിക്സ് ചെയ്ത് ഇത് വലിയ കഷ്ടപ്പാടാണെന്നും പറഞ്ഞുകൊണ്ട് ആരും പോയി കളയല്ലേ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുമ്പം ഈ കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് തോന്നിക്കത്തില്ല. നല്ല പെർഫെക്റ്റ് കേക്ക് നമുക്ക് നമ്മുടെ മക്കൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഒരു ടീ കേക്കായിട്ട് ചായയുടെ കൂടെ കൊടുക്കാമല്ലോ, നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അത്രയ്ക്ക് നല്ല നല്ല ഇൻഗ്രീഡിയൻസും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെയാണല്ലോ നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കണം കേട്ടോ. ആ ബാറ്റർ വരുന്നത് കണ്ടോ, ഈ ഒരു ലെവലിൽ വേണം ബാറ്റർ വരേണ്ടത്. ഇങ്ങനെ വേവ്സായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ. അല്ല ഒത്തിരി വെള്ളം പോലെ വരികയും ചെയ്യരുത്, ഒത്തിരി കട്ടിയായിട്ട് വരികയും ചെയ്യരുത്. ഈ ഒരു രീതി വേണം ബാറ്ററി ഇരിക്കേണ്ടത്. പിന്നെ ഇതൊന്ന് ലെവൽ ചെയ്യണം. അതായത് ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകത്തില്ലല്ലോ, വെള്ളം പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. അത് കാരണം ഒന്ന് ലെവൽ ചെയ്യണം. എല്ലാ ഭാഗത്തും ഒരുപോലെ നിൽക്കണം. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുമ്പം ഒരിടത്ത് താന്നും ഒരിടത്ത് പൊങ്ങിയായിട്ടിരിക്കും കേക്ക്. പിന്നെ അത് ടാപ്പ് ചെയ്യണം. അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്യുമ്പം ആ എയർ ബബിൾസ് എല്ലാം മാറിക്കോളും. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പിന്നെ കേക്കിൻ്റെ അകം ഇങ്ങനെ പൊള്ളയായിട്ടിരിക്കും കേക്ക് വെന്ത് വരുമ്പോഴേ. പിന്നെ അത് ഓവനിൽ വെക്കണം. ഈ ഓവനിൽ വെക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം വെക്കേണ്ടത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 1 അവറിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടും. കണ്ടോ, പൊങ്ങി വന്നത് കണ്ടോ. നല്ല പെർഫെക്റ്റ് കേക്കായിട്ടാണ്, നല്ല സോഫ്റ്റ്. പിന്നെ വെന്തോ ഇല്ലയോ നോക്കുന്നത് അതുകൊണ്ട് കുത്തി നോക്കുമ്പം അതൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തു, നല്ലപോലെ ബേക്കായി. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എത്ര നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണെന്ന്. ഇതിപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പാർട്ട് 1ൽ ഞാൻ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി
പാർട്ട് 2-ൽ ഇതെങ്ങനെയാണ് ഐസിങ് ചെയ്യുന്നത്, ഒരു ക്രീമിലൂടെ എങ്ങനെ ഐസിങ് ചെയ്ത് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. പാർട്ട് 2 ഒന്ന് കണ്ടു നോക്കണേ. ഉണ്ടോ, ആ ഒരു ടിന്നിൽ ഒരു ശകലം പോലും ഒട്ടിപ്പിടിക്കത്തില്ല. കാരണം നമ്മൾ എണ്ണ പോലും തേക്കാതെയാണ്. അത് നമ്മുടെ ബാറ്റർ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് അങ്ങനെ എവിടെയും പിടിക്കാതെ വരുന്നത്. കണ്ടോ, ഇത് നല്ല നല്ല പീസായിട്ട് മുറിച്ച് കുട്ടികൾക്കൊക്കെ നമ്മുടെ പിള്ളേർക്കെല്ലാം കൊടുക്കാൻ ചായയുടെ കൂട്ടത്തിൽ എത്ര നല്ലതാണെന്നറിയോ. പിന്നെയും പിന്നെയും ചോദിക്കും. എൻ്റെ മക്കൾക്കാണെങ്കിൽ മിക്കപ്പോഴും വേണം ഇത്. ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക്. ഇന്നും എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മ ഒരു കേക്ക് ഉണ്ടാക്കി താ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഓക്കെ, പാർട്ട്